ഈശോ ഇത്രയും അടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടും എല്ലാവർക്കും ഒരു വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇത്രയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് വരെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഈശോയെ കാണുമ്പോൾ തന്നെ അങ്ങ് ചങ്ക് പൊട്ടുക, അത്രയും പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ. അതുപോലെ നമ്മളെ ഈശോ സ്നേഹിക്കുന്നുകൊണ്ടാണ് നമ്മളോട് ഇത്രയും അടുത്ത് ഈശോ നിൽക്കുന്നത്. പിന്നെ ഈശോ ഇങ്ങനെ വന്നത് എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും വിശ്വാസത്തിന് കൂടുതലായിട്ടും വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. വഴിതെറ്റിപ്പോയവരുണ്ടല്ലോ, ഈശോയെ അറിയാത്തവരും കൂദാശകളിൽ നിന്ന് മറന്നു ജീവിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ലൊരു മക്കളായി വളരാൻ വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ തിരുമുഖമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി, നമ്മൾ ഈ വിളക്കന്നൂര് ഇതൊരു പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ ഇവിടെ വന്നിരുന്നു. അതായത് ഇവിടെ സംഭവിച്ച 2013 വന്നു. അന്നത്തെ ആ ഒരു അനുഭവം പങ്കുവെക്കാവും. അന്ന് തന്നെ ഞങ്ങൾക്ക് കണ്ടിട്ട് ചങ്കുപൊട്ടി കരയാനല്ലാതെ വേറെ ഒന്നും പറ്റിയില്ല. അത്രമാത്രം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഓർക്കാൻ പറ്റില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റോമിൽ കൊണ്ടുപോയിട്ട് എല്ലാം സ്വീകരിച്ച് പോരാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കിത് ഇവിടെ വെച്ചിട്ട് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്ഥിരീകരിച്ച് ഈശോയാന്ന് തന്നെ സ്ഥിരീകരിച്ച് ഇവിടെ കൊണ്ടുവന്നു. അന്ന് ഞാനിവിടെ വന്നു. ഞാനെല്ലാം കൂടുന്നുണ്ട്, എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്, കൂടുന്നുണ്ട്. ഈശോയുടെ സ്നേഹം നമുക്ക് ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ വേറൊരു അവസരം കണ്ടു വിശ്വസിക്കാൻ, നിങ്ങൾ എന്നെ കണ്ടു വിശ്വസിക്കൂ എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ കുറേ അനേകം ആൾക്കാർ ഇപ്പോഴും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവരോടൊക്കെ അമ്മച്ചിക്ക് എന്നാ പറയാം? എനിക്ക് പറയാനുള്ളത്, ഈശോ നമ്മുടെ അടുത്ത് വന്നപ്പോഴേലും നമുക്ക് ഈശോയെ വിശ്വസിക്കണം. വഴിതെറ്റി നടക്കുന്നവരെയൊക്കെ തിരിച്ചു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഭൂമി വരുമ്പോൾ, ഞാൻ ഇനി പോയിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ബൈബിളിൽ ചോദിച്ചിട്ടുണ്ടോ. അത് കാണാതെ ഈശോ വരുമ്പോൾ എല്ലാവർക്കും വിശ്വാസമായിട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, പലരും പല അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? വ്യക്തിപരമായിട്ട് വന്നാൽ എന്നെ ഈശോ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ ഈശോനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. നല്ലപോലെ ഉണ്ട്. ഈശോയുടെ ഒരു ഭയങ്കര ഒരു അനുഭവമുണ്ട് നമുക്ക്. ഇപ്പം തന്നെയാണ് ഇവിടെ ഈശോയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ തന്നെ എന്താണെന്ന് പറയാൻ പറ്റില്ല, അത്ര ഒരു ഇതുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു.